മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമുക്ക് പോകാം. കള്ളിൽ സ്പിരിറ്റ് കലക്കാൻ മാസപ്പടി വാങ്ങി ഒത്താശ ചെയ്ത വൻ സംഘം. എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ LDF കാലത്തെടുത്ത നടപടികളാകെ അട്ടിമറിച്ച് UDF സർക്കാർ. 2021 പാലക്കാട് അണക്കപ്പാറയിൽ 1400 ലിറ്റർ സ്പിരിറ്റും 11 ലക്ഷം രൂപയും പിടികൂടിയ കേസാണ് ആവിയാകുന്നത്. ഡെപ്യൂട്ടി കമ്മീഷണർ അടക്കമുള്ളവർ സ്പിരിറ്റ് മാഫിയയിൽ നിന്ന് വൻ തുക വാങ്ങിയതിന്റെ മാസപ്പടി ഡയറി പോലും കണ്ടെടുത്ത കേസിലാണ് ഈ നീക്കം. ഉദ്യോഗസ്ഥർക്ക് വെറും സെൻഷർ അഥവാ ശാസന മാത്രം മതിയെന്നാണ് ഉത്തരവ്. അനിൽ ഇമ്മാനുവൽ വിവരങ്ങളുമായി ചേരും. അതിനു മുൻപ് കള്ളിൽ മായം ചേർക്കുന്നതടക്കം പ്രവണതകളെക്കുറിച്ച് എക്സൈസ് മന്ത്രി കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർക്ക് നൽകിയ താക്കീത് കൂടി കേട്ടുവരാം. സംസ്ഥാനത്ത് കള്ളുഷാപ്പുകൾ നമുക്കറിയാം. നിയമസഭയിലെ ചോദ്യത്തിന് തന്നെ മറുപടി പറഞ്ഞു. തെങ്ങ് ചെത്തുന്ന കള്ളിൻ്റെ ടോട്ടൽ ഉൽപ്പാദനവും ഷാപ്പുകളുടെ എണ്ണവും തമ്മിൽ ഒരു താരതമ്യമില്ലാത്ത അവസ്ഥയുണ്ട് അല്ലേ? ആക്ഷേപങ്ങളുണ്ട്. 10,200 ഷാപ്പ് ആകെയുണ്ട്. പ്രവർത്തിക്കാത്ത ഷാപ്പുകൾ 720 മാത്രമാണ്. അപ്പോൾ ഇവിടെ എല്ലാം ലഭിക്കുന്നത് ഒറിജിനൽ കള്ളാണോ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മനുഷ്യരുടെ ആരോഗ്യം വെച്ച് നമുക്ക് കളിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ബാറിൽ കൊടുക്കുന്ന ഒറിജിനലാണോ എന്ന് ചെക്ക് ചെയ്യണം. ഷാപ്പിൽ കൊടുക്കുന്നത് പൊടികലൊക്കെയാണോ എന്ന് ചെക്ക് ചെയ്യണം. അനിൽ ഇമ്മാനുവലും ഇക്ബാൽ അറക്കലുമാണ് ചേരുന്നത്. അനിൽ, വളരെ നിർണായകമായ ഒരു കേസായിരുന്നു, വളരെ പ്രധാനപ്പെട്ട ഒരു കേസായിരുന്നു. ഇതെങ്ങനെയാണ് അട്ടിമറിക്കാനുള്ള നീക്കം? വിനീത, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ എക്സൈസിന്റെ അല്ലെങ്കിൽ ഈ മദ്യ വ്യവസായവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് എങ്ങും ഉണ്ടായിട്ടില്ലാത്ത അത്ര വലിയ അച്ചടക്ക നടപടികളുണ്ടായ കൂട്ട അച്ചടക്ക നടപടികൾ, സസ്പെൻഷൻ, സ്ഥലമാറ്റവും ഉണ്ടായ ഒരു കേസാണിത്. അതാണ് UDF സർക്കാർ മാറി 2 മാസത്തിനുള്ളിൽ അട്ടിമറിച്ച് കളയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലെ 2021 ജൂൺ മാസത്തിലാണ് പാലക്കാട് അണക്കപ്പാറയിൽ ഒരു സ്പിരിറ്റ് ഗോഡൌണിൽ നിന്ന് 1500 ലിറ്റർ സ്പിരിറ്റും 11 ലക്ഷം രൂപയും കണ്ടെടുക്കുന്നത്. അതിനുശേഷം അത് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ് അന്ന് ഇത് പിടികൂടിയത്. അതിന് പിന്നാലെ എക്സൈസ് വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ ആണ് ഇതിന്റെ മാസപ്പടിയുടെ കണക്കുകൾ കിട്ടുന്നത്. ഈ സ്പിരിറ്റ് ഗോഡൌണിൽ തന്നെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ച് എൻട്രി ചെയ്ത നിലയിലായിരുന്നു. അതിന് മുമ്പുള്ള 5 വർഷത്തെ കണക്കുകളാണ് ഉണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് വിജിലൻസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് കമ്മീഷണറായിരുന്ന ആനന്ദകൃഷ്ണൻ നൽകിയ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ടാണ് സർക്കാർ കർശന നടപടിയെടുത്തത്. ഏതാണ്ട് 13 ഉദ്യോഗസ്ഥർക്ക് ഡെപ്യൂട്ടി കമ്മീഷണർ, പാലക്കാട് ജില്ലയുടെ ആകെ ചുമതലയുള്ള ഡെപ്യൂട്ടി കമ്മീഷണർ ഷാജി S. രാജൻ അടക്കം 13 ഉദ്യോഗസ്ഥർക്കാണ് അന്ന് സസ്പെൻഷൻ ഉണ്ടായത്. 70ഓളം ഉദ്യോഗസ്ഥരെ ജില്ലയ്ക്ക് പുറത്തേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു. ഇത്ര കർശനമായ നടപടി ഉണ്ടായ ഒരു കേസ്. അതിനുശേഷം പിന്നീട് അഡീഷണൽ കമ്മീഷണർ അന്വേഷണം നടന്നു. ആ അന്വേഷണത്തിൽ ഇവർ കുറ്റക്കാരെന്ന് കണ്ടെത്തി. എന്നാൽ ഇപ്പോൾ സംഭവിച്ച ഏറ്റവും വിചിത്രമായ കാര്യം എന്ന് പറയുന്നത് ഈ 2 അന്വേഷണങ്ങൾ, സ്വന്തം വകുപ്പ് നടത്തിയ ഈ 2 അന്വേഷണങ്ങളെയും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഈ ഇപ്പോഴത്തെ നടപടി സർക്കാർ എടുത്തിരിക്കുന്നത്. അതായത് ഈ ഉദ്യോഗസ്ഥരുടെ ആരുടെയും പേര് 6 ഉദ്യോഗസ്ഥരുടെ പേരാണ് ഇപ്പോൾ ഈ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. ഇവരുടെ പേരിൽ ഗൗരവമുള്ള ഒരു നടപടിയും ആവശ്യമില്ല. സെൻഷൂർ, അതായത് വെറും നിസ്സാര ശാസന മാത്രം മതി എന്നാണ് പറയുന്നത്. അതിന് കാരണമായി പറയുന്നതാണ് അതിലേറെ വിചിത്രം. ഇതിലെ പ്രതികളുടെ മൊഴി, അതായത് നമുക്ക് ഈ സ്പിരിറ്റ് പിടിച്ച കേസിൽ, അതായത് സ്പിരിറ്റ് കടത്തി സ്പിരിറ്റ് കള്ളിൽ മിക്സ് ചെയ്ത കരാറുകാരനടക്കമുള്ളവരാണ് ഈ കേസിലെ പ്രതികൾ, ക്രിമിനൽ കേസിലെ പ്രതികൾ. ആ പ്രതികളുടെ മൊഴി എടുത്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥരെ കുറ്റവിമുക്തരാക്കുന്നത് എന്നുള്ളതാണ്. ആ പ്രതികൾ ഈ എക്സൈസിന്റെ ഈ വകുപ്പുതല അന്വേഷണത്തിൽ സാക്ഷികളായിരുന്നു. അവരാരും മാസപ്പടി ഉദ്യോഗസ്ഥർക്ക് നൽകിയതായി അവരാരും സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഈ അന്വേഷണത്തിൽ ഇപ്പോൾ ഈ സർക്കാർ ഉത്തരവ് ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് ഏറ്റവും വിചിത്രം എന്ന് പറയുന്നത്. സോമൻ നായർ എന്ന് പറയുന്ന ആൾ, അയാൾ കള്ളുഷാപ്പ്, അവിടുത്തെ ആലത്തൂർ റേഞ്ചിലെ കള്ളുഷാപ്പുകൾ പലത് ഏറ്റെടുത്ത് നടത്തുന്ന ആളാണ്. അതുപോലെ തന്നെ കള്ളുഷാപ്പുകളുടെ കോൺട്രാക്ടർമാരുടെ സംഘടനയുടെ നേതാവുമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഒരു ഉദ്യോഗസ്ഥന് ഞാൻ മാസപ്പടി കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ കൂടെയുള്ള മറ്റ് ജീവനക്കാർ പറയുന്നു അദ്ദേഹം അങ്ങനെ ഒരു മാസപ്പടി സൂക്ഷിക്കുന്നതായോ ആർക്കെങ്കിലും പൈസ കൊടുക്കുന്നതായോ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല എന്ന് പറഞ്ഞു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മൊഴിയായി ഈ അന്വേഷണത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കുന്നത്. ഞാനതിൽ ഏറ്റവും തമാശയുള്ള ഒരു വാചകം മാത്രം ഞാൻ ഉത്തരവിൽ നിന്ന് പറയാം. ഫയലിലുള്ള ഡയറിയുടെ പകർപ്പ് പരിശോധിച്ചാൽ ആരുടെയും പേരുകളല്ല ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഓഫീസിന്റെയും സ്ഥാനത്തിന്റെയും പേരുകൾ മാത്രമാണ്. എന്ന് വെച്ചാൽ ഈ സ്ഥാനങ്ങൾ ഡെപ്യൂട്ടി കമ്മീഷണർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അല്ലെങ്കിൽ ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പേരെടുത്ത് ഉദ്യോഗസ്ഥർക്ക് നടപടി സ്വീകരിക്കാനാവുക എന്നാണ് ചോദിക്കുന്നത്. ഇത് എന്ത് തരത്തിലുള്ള അന്വേഷണമാണ് നടത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ചു പോകും. കാരണം എക്സൈസ് സർക്കാരിന്റെ ഒരു വകുപ്പിൽ അതാത് ഓരോരോ സമയങ്ങളിൽ ജോലിക്കുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് എന്ന് നോക്കിയും പരിശോധിച്ചും ഒരു വകുപ്പിന് അച്ചടക്ക നടപടി സ്വീകരിക്കാൻ കഴിയില്ല എന്ന് വെച്ചാൽ ഡെസിഗ്നേഷൻ മാത്രം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് വ്യക്തിപരമായി ആർക്കും ഉത്തരവാദിത്വം വരുന്നില്ല എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വളരെ വിചിത്രമായ
നടപടിക്രമങ്ങളിലൂടെ ഈ അന്വേഷണം പോയിരിക്കുന്നത്. എക്സൈസ് മന്ത്രി ലിജുവിന്റെ മുമ്പിൽ ഈ ഏതാണ്ട് ഒരു മാസത്തോളം ഈ ഫയൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം 2-ാം തീയതിയാണ് ഈ ഫയൽ വർഷങ്ങൾക്ക് ശേഷം അനക്കം വെക്കുന്നത്. അനിൽ, ഇതിലിപ്പോൾ ഇടത് സർക്കാർ 2021 കേസാണ്. ഇടത് സർക്കാരിന്റെ കാലത്തും ഇതിൽ അന്വേഷണം നടന്നിട്ടുണ്ടാകുമല്ലോ. അന്ന് ഈ തരത്തിലുള്ള നടപടിക്ക് നീക്കമുണ്ടായിരുന്നു. അത് ശേഷം ഇടത് സർക്കാർ ഏതെങ്കിലും നീക്കം നടത്തി UDF സർക്കാർ അട്ടിമറിച്ചതാണ്? വിനീത, LDF സർക്കാരിന്റെ കാലത്ത് തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമമുണ്ടായിരുന്നു. MP ഗോവിന്ദൻ മാസ്റ്റർ എക്സൈസ് മന്ത്രി ആയിരുന്നപ്പോഴും പിന്നീട് MP രാജേഷ് വന്നപ്പോഴും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അവരാരും വഴങ്ങിയിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷമാണ് ഇപ്പോൾ ലിജുവിനെ പോലൊരു നേതാവ് വരുമ്പോൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണോ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മൾ കുറച്ചു മുമ്പ് കേട്ട ലിജുവിന്റെ ഉദ്യോഗസ്ഥർക്കുള്ള താക്കീത്, മുന്നറിയിപ്പ് അതൊക്കെ പറഞ്ഞ് ഒരാഴ്ചക്കുള്ളിലാണ് ലിജു ഈ ഉത്തരവിൽ ഒപ്പിടുന്നത്. ഇപ്പോൾ 6 പേരെ മാത്രമാണ് ഒഴിവാക്കുന്നത് എങ്കിൽ പോലും ഇതിൽ മറ്റുള്ളവർക്കും ഇതേ കാരണം കാണിച്ചു ഡിപ്പാർട്ട്മെന്റിനോട് അപേക്ഷിക്കാം, അല്ലെങ്കിൽ കോടതിയിൽ പോയി ഇളവ് വാങ്ങാം. ഇതുപോലെ തന്നെയുള്ള നടപടി മാത്രമേ ഞങ്ങളുടെ പേരിൽ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ മറ്റൊന്നിന് സാധ്യതയില്ല. കൂടുതൽ ഒരു നടപടിക്ക് സാധ്യത ഉണ്ടാവുകയില്ല ഈ ഉദ്യോഗസ്ഥരുടെയും പേരിൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്പിരിറ്റ് പിടിച്ച ക്രിമിനൽ കേസ് പോലും ആവിയായി പോകുന്ന സാഹചര്യമാണ്. ഇത്ര ദുർബലമായ ഒരു അന്വേഷണ റിപ്പോർട്ട് ഉറപ്പായും കേസിന്റെ വിചാരണ തുടങ്ങുമ്പോൾ ഇതും അവിടെ പ്രധാന രേഖയായി പരിഗണിക്കപ്പെടും. അങ്ങനെ വരുമ്പോൾ ആ കേസ് വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുന്നുള്ള വളരെ ഏറ്റവും ഗുരുതരമായ കാര്യമാണ്. നമുക്കറിയാം, മണിച്ചന്റെ മാസപ്പടി കേസ് ഒരുപാട് വർഷങ്ങളോളം കേരളം ചർച്ച ചെയ്ത, അതുപോലെയുള്ള മരണങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനു മുമ്പ് എക്സൈസ് കമ്മീഷന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഇത് പിടികൂടിയത് കൊണ്ടാണ് അത് ഒഴിവായത്. അപ്പോൾ 5 വർഷത്തെ മാസപ്പടിയുടെ കണക്കുകളാണ് വകുപ്പിന്റെ മുന്നിൽ കിട്ടിയത്. അപ്പോൾ വ്യക്തമാണ് കാര്യങ്ങൾ. 5 വർഷമായിട്ടും ഇതിൽ അന്വേഷണം നടക്കുകയായിരുന്നു. അന്നും നടപടി ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോഴിതാ പെട്ടെന്ന് ആ രീതിയിൽ ഒരു ശാസനമതി എന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. ഇത് ചിലപ്പോൾ മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. നമ്മൾ മന്ത്രിയെ വിളിച്ചിരുന്നു. അദ്ദേഹം അവിടെ നാട്ടിലാണ്, അവിടെ പ്രളയബാധിത അല്ലെങ്കിൽ വെള്ളം കയറിയ ഇടങ്ങളിലാണ്. അദ്ദേഹം പരിശോധിച്ച ശേഷം പ്രതികരിക്കാം എന്നതാണ് നമ്മൾ ഫോണിൽ വിളിച്ചപ്പോൾ ലിജു എക്സൈസ് മന്ത്രി പറഞ്ഞത്. അപ്പോൾ 5 വർഷമായി നടപടി ഉണ്ടായിട്ടില്ല. അനിൽ പറഞ്ഞതുപോലെ ആ കാലത്ത് തന്നെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായ ഒരു ആസൂത്രണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നായാലും ആരുടെ ഭാഗത്തുനിന്നായാലും ഈ കേസ് അട്ടിമറിക്കാൻ ഉണ്ടായിട്ടുണ്ട്. 2001 പിടിച്ച കേസാണിത്. ഇപ്പോഴത്തെ 2021 കേസാണ്. 2026 ആയിരിക്കുന്നു. അനിൽ, കേൾക്കാമെങ്കിൽ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കും. അനിൽ, നമ്മളിപ്പോൾ മന്ത്രി ലിജുവിനെ വിളിച്ചിരുന്നു. അദ്ദേഹം ആലപ്പുഴയിലായിരുന്നു. അതുകൊണ്ട് പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചത് ഇതാണ്, 2021 കേസാണ് ഇത്. 2026 ആയിരിക്കുന്നു. 5 വർഷവും ഈ രീതിയിൽ ഒരു നടപടിയിലേക്കും പോയില്ല. പല രീതിയിൽ അട്ടിമറിക്കാൻ ശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോഴിതാ ഒരു ശാസന എന്ന നിലയ്ക്ക് മാത്രം കാര്യങ്ങൾ എത്തിക്കുകയാണല്ലേ? വിനീത, അത് തന്നെയാണ്. 5 വർഷമായി എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഇതിന് ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ സസ്പെൻഷനാണ് ഉണ്ടായത്. സസ്പെൻഷൻ കാലാവധി പൂർത്തിയായി ഏതാണ്ട് 9 മാസം കൊണ്ട് ഇവരിൽ പലരെയും തിരിച്ചെടുത്ത ശേഷമാണ് സസ്പെൻഷൻ ഒരു അച്ചടക്ക നടപടി അല്ല. യഥാർത്ഥത്തിൽ അതൊരു അന്വേഷണത്തിന് ആവശ്യമായി ഇവരെ മാറ്റി നിർത്തൽ മാത്രമാണ്. അങ്ങനെ മാറ്റി നിർത്തിയ ശേഷം അവരെ തിരിച്ചെടുക്കുകയും ചെയ്തു. പിന്നീടാണ് വകുപ്പ് തല അന്വേഷണം വരുന്നത്. ആ വകുപ്പ് തല അന്വേഷണം എക്സൈസിലെ ഏറ്റവും തലമുതിർന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളെ അഡീഷണൽ കമ്മീഷണറാണ്, എൻഫോഴ്സ്മെന്റ് ചുമതലയുള്ള അഡീഷണൽ കമ്മീഷണർ അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിൽ മുൻപ് എക്സൈസ് വിജിലൻസ് നടത്തിയ അന്വേഷണത്തിന്റെ അതേ കണ്ടെത്തലുകൾ അതെല്ലാം ശരിവെച്ചു. എക്സൈസ് പോലീസിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ പോകുന്ന ഒരു SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് K മുഹമ്മദ് ഷാഫി എന്ന ഉദ്യോഗസ്ഥരാണ് അന്ന് എക്സൈസ് വിജിലൻസിന് വേണ്ടി അന്വേഷിച്ചത്. ആ കണ്ടെത്തലുകളെല്ലാം ശരിവെച്ചുകൊണ്ടാണ് എക്സൈസ് അഡീഷണൽ കമ്മീഷണർ അന്വേഷണം. ആ റിപ്പോർട്ടിനെയാണ് ഇത്ര നിസ്സാരമായി തള്ളിക്കളയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥരുടെ പേരുകൾ ഈ മാസപ്പടി രേഖയിൽ പറഞ്ഞിട്ടില്ല എന്നൊരു കാരണം കൊണ്ട് തള്ളിക്കളയുന്നു. അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി പറയുന്നു. വളരെ കഷ്ടം എന്ന് പറയാവുന്ന മേലന്വേഷണത്തിന്റെയും അതുവഴി ആരംഭിച്ച അച്ചടക്ക നടപടികളുടെ അടിസ്ഥാനത്തിൽ കുറ്റാരോപിതരായ ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റങ്ങൾ തടയപ്പെട്ടിരിക്കുകയാണ് എന്ന വസ്തുതയും കാണേണ്ടതുണ്ട്. എത്ര ഉദാരമായ സമീപനമാണ് ഉദ്യോഗസ്ഥരോട് സ്വീകരിക്കുന്നത് എന്ന് നോക്കൂ. ഏത് തരത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് മായം ചേർത്ത അല്ലെങ്കിൽ സ്പിരിറ്റ് ചേർത്ത ഒഴുക്കി പാവപ്പെട്ടവരെ കുടിപ്പിക്കാൻ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരാണ്. എക്സൈസ് മന്ത്രി ലിജുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനെ കേരളത്തിലെ ഷാപ്പുകളിൽ ആവശ്യത്തിന് വിതരണം ചെയ്യാനുള്ള കള്ള് ലഭിക്കുന്നുണ്ടോ, പിന്നെ എങ്ങനെയാണ് ഈ കള്ളുണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ഉദ്യോഗസ്ഥരോട് ചോദിച്ചത്. അപ്പോൾ അതെല്ലാം പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ ലിജു ഒരാഴ്ചക്കുള്ളിലാണ് ഈ ഉത്തരവിൽ ഒപ്പുവെക്കുന്നത്. അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതാകാം എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാം. പക്ഷേ അപ്പോൾ പോലും ഇങ്ങനൊരു നടപടിയുമായി മുന്നോട്ട് പോയാൽ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ
പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി മന്ത്രി തന്നെയാണ് മറുപടി പറയേണ്ടത്. നമ്മൾ ഏതായാലും പ്രതികരണം തേടാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹം പഠിച്ച ശേഷം പ്രതികരിക്കാം എന്നതാണ് പറഞ്ഞത്. 6 പേരുടെ നടപടിയാണ് തീർപ്പാക്കിയിരിക്കുന്നത്. ഇക്ബാൽ അറക്കൽ കൂടി ചേരുകയാണ്. ഇക്ബാൽ, അന്ന് എന്തൊക്കെയാണ് പിടികൂടിയിരുന്നത്? അനിൽ പറഞ്ഞതുപോലെ തന്നെ ഗുരുതരമായ കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്. അതിന്റെ ഒരു പശ്ചാത്തലം അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. വിനീത, 2021 ജൂൺ മാസത്തിലാണ് സംസ്ഥാന എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന് ഒരു രഹസ്യ വിവരം ലഭിക്കുന്നത്. പാലക്കാട് അണക്കപ്പാറയിലുള്ള ഒരു ഗോഡൌണിൽ വ്യാജ കള്ള് വ്യാപകമായി നിർമ്മിക്കുന്നു എന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലോക്കൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ ഒന്നും അറിയിക്കാതെ സംസ്ഥാന എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ സംഘം നേരെ അണക്കപ്പാറയിലേക്ക് എത്തുകയും ഈ 32 കള്ള് ഷാപ്പുകളുടെ ലൈസൻസി ആയിട്ടുള്ള സോമൻ നായരുടെ ഉടമസ്ഥയിലുള്ള ഈ ഗോഡൌണിൽ പരിശോധന നടത്തുകയും ചെയ്തത്. ഈ സമയത്തിൽ ഞെട്ടിപ്പോയി അന്ന് പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർക്കാരും ആ റെയ്ഡിൽ കണ്ടെത്തിയത് 1435 ലിറ്റർ സ്പിരിറ്റും 2000 ലിറ്റർ വ്യാജ കള്ളുമായിരുന്നു. മാത്രമല്ല 11.5 ലക്ഷം രൂപയും ഈ ഗോഡൌണിൽ നിന്ന് കണ്ടെടുക്കുകയായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് അവിടുത്തെ ജീവനക്കാരെ എക്സൈസ് സംഘം പിടികൂടിയിരുന്നു. മാത്രമല്ല ഇതിന് പിന്നാലെ ഗോഡൌൺ നടത്തിയിരുന്ന സോമൻ നായർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കേസെടുത്ത് നടപടി സ്വീകരിക്കുകയും ചെയ്തതാണ്. ഈ സംഭവത്തിൽ അന്ന് തന്നെ പിന്നീട് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് വ്യാപകമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. കാരണം ഗുരുതരമായിട്ടുള്ള രഹസ്യാന്വേഷണ വീഴ്ചയും വ്യാജ കള്ള് നിർമ്മാണം തടയുന്നതിലെ കൃത്യവിലോപവും ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്ന് ലോക്കൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചത്. ആലത്തൂർ സർക്കിൾ ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ റേഞ്ച് ഇൻസ്പെക്ടർ, എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോ ഇൻസ്പെക്ടർ എന്നിവരെല്ലാം ജില്ലയ്ക്ക് പുറത്തേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു. പക്ഷേ ഇതിനിടയിലാണ് ഈ ഉദ്യോഗസ്ഥർക്ക് ഇതിലെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന സംശയം എക്സൈസിനകത്ത് ഉയരുന്നു. അങ്ങനെ എക്സൈസിന്റെ വിജിലൻസ് സംഘം ഈ വിഷയത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിടുവന്നു. അങ്ങനെ 2022 ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള അന്വേഷണം എക്സൈസിന്റെ വിജിലൻസ് സംഘം നടത്തുന്നത്. അതിനിടയിലാണ് ചിറ്റൂർ, ആലത്തൂർ മേഖലകളിലെ കള്ള് വ്യാപാരികളിൽ നിന്നും ലൈസൻസികളിൽ നിന്നും ഉദ്യോഗസ്ഥർ കൃത്യമായി എല്ലാ മാസവും ഈ മാസപ്പടി അല്ലെങ്കിൽ മാമൂൽ എന്ന രീതിയിൽ ഈ മാസപ്പടി കൈപ്പറ്റി എന്ന രീതിയിലുള്ള കണ്ടെത്തൽ ഈ എക്സൈസിന്റെ ഈ വിജിലൻസ് സംഘം നടത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തു. ഈ കണ്ടെത്തലിലേക്ക് ഈ എക്സൈസിലെ വിജിലൻസ് സംഘം എത്തിയത് ഈ ഗോഡൌണിലെ കമ്പ്യൂട്ടറിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ കമ്പ്യൂട്ടർ ഡയറി, അതിനോടൊപ്പം തന്നെ ഈ എക്സൈസ് ഡിവിഷൻ ഓഫീസിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ അന്ന് ഉദ്യോഗസ്ഥർക്കിടയിൽ വീതിച്ചെടുക്കാൻ വേണ്ടി സൂക്ഷിച്ചിരുന്ന പണം ഉൾപ്പെടെ കണ്ടെടുക്കുകയായിരുന്നു. ഇതിനെല്ലാം അടിസ്ഥാനത്തിലായിരുന്നു അന്നത്തെ ഡെപ്യൂട്ടി കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിച്ചത്. ഏതായാലും അവർക്കെതിരായിട്ടുള്ള നടപടി ഇപ്പോൾ ചെറിയൊരു തോതിലെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവത്തോട് ഗുരുതരമായി കാണേണ്ട വിഷയമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വിനീത, ശരി, അതാണ് ഗുരുതരമായ നടപടി എടുക്കേണ്ട വിഷയമാണ്. ഏതായാലും ആ കേസ് ആവിയായി പോയിരിക്കുന്നു. അതിലിപ്പോൾ ശാസനം മാത്രം മതി എന്ന നിലപാടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. വൻ സംഘം എക്സൈസ് ഉദ്യോഗസ്ഥർ ഇതിന് ഒത്താശ ചെയ്ത കള്ളിൽ സ്പിരിറ്റ് കലക്കാൻ മാസപ്പടി വാങ്ങി ഒത്താശ ചെയ്ത സംഘം ഇതോടെ രക്ഷപ്പെടുകയാണ്. ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഡെപ്യൂട്ടി കമ്മീഷണർ അടക്കമുള്ളവർ വൻ തുക വാങ്ങിയതിന്റെ മാസപ്പടി ഡയറി പോലും കണ്ടെടുത്ത കേസാണ്. അതിൽ ശാസന മാത്രം മതി എന്നതാണ് ഉത്തരവ്. അനിൽ ഇമാനുവലും ഇക്ബാൽ അറക്കലും വിശദാംശങ്ങൾ നൽകിയത്.